യെസ്, അപ്പോൾ പശ്ചിമേഷ്യയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയാണ്. മോശം പെരുമാറ്റം തുടർന്നാൽ ഇറാന് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാൻ കൈമാറിയ 14 നിർദ്ദേശങ്ങൾ വിലയിരുത്തി വരികയാണ്. എന്നാൽ ഇതിന്റെ പുറത്ത് ഒരു കരാർ രൂപപ്പെടുമെന്ന് കരുതുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഉപാധികളുടെ പുറത്ത് മേഖലയിലെ എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഇറാൻ കൈമാറിയ 14 നിർദ്ദേശം. അതേസമയം അമേരിക്കൻ ആക്രമണം നേരിടാൻ രാജ്യം സജ്ജമാണെന്നും ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിന്റെ മേൽനോട്ടം സംബന്ധിച്ച് കരട് നിർമ്മാണത്തിനൊരുങ്ങുകയാണെന്ന് ഇറാൻ പാർലമെന്റ്. നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഗുഡ് മോർണിംഗ്. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിലേക്ക് നോക്കുമ്പോൾ ആ 14 നിർദ്ദേശങ്ങൾ അത് പരിശോധിച്ച് വരുന്നുണ്ട്. ലബനനിലെ അടക്കം സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ്. പക്ഷേ ആ നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് അതൊരു കരാറിലെത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കരാറിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ വീണ്ടും നീളും. അതിനിടെ ഹോർമുസിലെ സാന്നിധ്യം അവിടെ പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ ഇറാനും അമേരിക്കയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജിൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും പിന്നിട്ട ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. കാരണം താൻ നടത്തിയിരിക്കുന്ന യുദ്ധത്തിൽ വലിയ തോതിലുള്ള തകർച്ച നേരിട്ട ഇറാൻ ഇപ്പോൾ കരാറിന് വേണ്ടി തന്നെ നിരന്തരം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രതികരിച്ചുകൊണ്ടാണ് അല്പം മുമ്പ് ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരെ ട്രംപ് അഭിമുഖീകരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 14 നിർദ്ദേശങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചുവെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. താനത് പരിഗണിക്കും, പക്ഷേ വലിയൊരു പ്രതീക്ഷയൊന്നും അത്തരം നിർദ്ദേശങ്ങളിൽ നൽകുന്നില്ല. കാരണം ഇതുവരെയുള്ള ഇറാന്റെ അനുഭവങ്ങൾ മുൻനിർത്തി ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ നിർദ്ദേശം ഇറാന്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് താൻ കണക്ക് കൂട്ടുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ വീണ്ടും ആക്രമണം ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം ഇറാന്റെ തെറ്റായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായാൽ, തെറ്റായ നടപടി ഉണ്ടായാൽ ആക്രമണമല്ലാതെ മറ്റു മാർഗമുണ്ടാകില്ല എന്നൊരു ശക്തമായിട്ടുള്ള മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട്. പക്ഷേ ഈ 14 നിർദ്ദേശങ്ങളിൽ വലിയ പ്രതീക്ഷ പുലർത്തുകയാണ് ഇറാൻ. കാരണം അമേരിക്കയുടെ താല്പര്യങ്ങളും ഇറാന്റെ താല്പര്യങ്ങളും മേഖലയുടെ താല്പര്യങ്ങളും മുൻനിർത്തിയാണ് ഈ 14 നിർദ്ദേശങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇറാൻ സർക്കാർ വക്താവ് തന്നെ വെളിപ്പെടുത്തുന്നത്. ആ 14 നിർദ്ദേശങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം യുദ്ധം പൂർണ്ണമായിട്ട് നിർത്തുക, നാവിക ഉപരോധം അവസാനിപ്പിക്കുക, മേഖലയിൽ നിന്നുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള വളരെ ഉദാരമായിട്ടുള്ള നടപടികൾ തങ്ങൾ കൈക്കൊള്ളും എന്നാണ്. പക്ഷെ അമേരിക്ക ഇതുവരെ ആഗ്രഹിക്കുന്നത് ആണവ വിഷയത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സറണ്ടർ ഇറാൻ ചെയ്യണമെന്നാണ്. അത് സ്വീകാര്യമല്ല എന്ന് ഈ 14 നിർദ്ദേശത്തിൽ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരു സമഗ്ര വെടിനിർത്തൽ കരാർ വരുന്ന ഘട്ടത്തിൽ മാത്രം ആണവ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് 14 നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തങ്ങളുടെ പിടിച്ചെടുത്ത സ്വത്തുവകകൾ വിട്ടുകിട്ടണമെന്നും മറ്റുള്ള നടപടികൾ പൂർണ്ണമായിട്ടും അമേരിക്ക ഉപേക്ഷിക്കണമെന്ന് കൂടി ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. 9 നിർദ്ദേശങ്ങൾ നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ചതായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 മാസത്തെ ഒരു വെടിനിർത്തലിന്റെ സമയപരിധിയാണ്. ആ സമയപരിധിക്കുള്ളിൽ മറ്റ് ചർച്ചകളിലേക്ക് കടക്കാമെന്നാണ് അമേരിക്ക നിർദ്ദേശിച്ചത് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. പക്ഷെ ആ 2 മാസത്തെ വെടിനിർത്തൽ എന്നത് 1 മാസമാക്കി തങ്ങൾ ചുരുക്കാൻ തയ്യാറാണ്. അതിനിടയിൽ തന്നെ സമഗ്ര വെടിനിർത്തലിലേക്ക് അമേരിക്കക്ക് വരാൻ സാധിക്കുമെങ്കിൽ അതിന് തങ്ങൾ അനുകൂലമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുമെന്ന് കൂടി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും ട്രംപിന്റെ ആ മുന്നറിയിപ്പും താക്കീതും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസ്യത വീണ്ടെടുക്കാതെ ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് വരാൻ ഇരുകൂട്ടർക്കും സാധ്യത കുറവായിരിക്കും. പക്ഷേ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഒരു പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ 14 നിർദ്ദേശങ്ങളും 9 നിർദ്ദേശങ്ങളും തമ്മിൽ കുറെ കൂടി ഒരു അടുത്തു വരുന്ന ഒരു സാധ്യതയുണ്ട്. ഒരു കരാറിലേക്ക് അധികം വൈകാതെ തന്നെ എത്താൻ പറ്റുമെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പക്ഷേ ഹോർമുസിലെ സ്ഥിതിഗതികൾ, സംഘർഷം വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. പിന്നിട്ട് 20 ദിവസത്തിനുള്ളിൽ 48 ഇറാൻ കപ്പലുകളെ തിരിച്ചയച്ചതായിട്ടാണ് US സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദം. പക്ഷേ തങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതികൾ തുടർന്നു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് തന്നെ ചെറുക്കുമെന്ന് ഇറാൻ സേനയും വളരെ ശക്തമായി തന്നെ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശരി, നാസറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു മധ്യസ്ഥ ശ്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു കരാറിലേക്കൊക്കെ എത്തിച്ചേരാൻ ഇനിയും ഏറെ സമയമെടുക്കും. അതിനപ്പുറത്തേക്ക് വാക്കുകൾ കൊണ്ട് സംഘർഷഭരിതമാക്കുകയാണ് ഈ സാഹചര്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും. അപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഹോർമുസിലടക്കം ഇറാനും തുടരുമ്പോൾ ഏത് രീതിയിലേക്ക് പ്രശ്നപരിഹാരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് വ്യക്തതയില്ല. നാസറാണ് വിവരങ്ങൾ നൽകിയത്.